അപ്പോൾ അതിൻ്റെ ലിമിറ്റ് കണ്ടിട്ട് ആ ലിമിറ്റ് ഒരു ഫൈനൈറ്റ് നമ്പർ ആയിരിക്കണം എങ്കിൽ മാത്രം എന്ത് പറയൂ, ഈ സീരീസ് കൺവേർജൻറ്റ് പറയൂ. ഞാൻ ഒരു എക്സാമ്പിൾ നോക്കിക്കോളേ. 1 + 1/2 + 1/2² + 1/2³ + എക്സെട്ര. ഇത് നമുക്ക് സിഗ്മ 1/2 എന്ന് പറയാം. n = 0 to ∞. ഇത് നമുക്ക് കൺവേർജൻ്റ് ആണോ നോക്കണം. ഞാൻ ഈ പറഞ്ഞ കണ്ടീഷൻ വെച്ചിട്ട് ഇത് കൺവേർജൻ്റ് ആണോ നോക്കണമെങ്കിൽ ആദ്യം വേണ്ടത് നിങ്ങൾ ഇതിലെ ഫസ്റ്റ് n ടേംസ് എടുത്ത് നോക്കുക. n ടേംസിന് സം എടുത്ത് നോക്കുക. അത് എസ് എന്ന് വിളിക്കുക. 1 + 1/2 + 1/2² + എക്സെട്ര 1/2n-1. ഇത് നമുക്കറിയാവുന്നൊരു പ്രോഗ്രഷനാണ്, ജോമെട്രിക് പ്രോഗ്രഷനാണ്, GP ആണ്. ഫസ്റ്റ് ടേം ആരാ 1 ആണ്, അതിൻ്റെ കോമൺ റേഷ്യോ 1/2 ആണ്. അങ്ങനെയുള്ളൊരു പ്രോഗ്രഷൻ്റെ സമ്മ് കാണുന്ന ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. Sn = a × 1 - r/n/1 - പഠിച്ചിട്ടുണ്ട്. അതിൽ a എന്താ, ഫസ്റ്റ് ടേം ആണ്, r കോമൺ റേഷ്യോ ആണ്. ഈ എക്സാമ്പിൾ a 1 ആണ്, കോമൺ റേഷ്യോ 1/2 ആണ്. അപ്പോൾ 1 × 1 - 1/2/(n/1 - 1/2) കിട്ടാം. 1 - 1/2 വേണ്ട, 1/2 ആണ്. അപ്പോൾ ഡിവൈഡഡ് ബൈ 1/2 എന്ന് പറഞ്ഞാൽ × 2 അല്ലേ. അപ്പോൾ 2 × 1 - 1/2 എന്ന് കിട്ടും. ഇതിൻ്റെ ലിമിറ്റ് കാണാം നമുക്ക്. ഇതാണ് Sn. അതിനകത്ത് n വരുന്നുണ്ട്. ഇതിന് ലിമിറ്റ് കാണാം. ഇങ്ങനെ ലിമിറ്റ് കാണാൻ അറിയാം. ലിമിറ്റ് കാണാൻ എങ്ങനെയാണ്, ലിമിറ്റ് Sn അപ്പോൾ n ടെൻഡിങ് ടു ഇൻഫിനിറ്റി 2 × ഇവിടെ എന്താണ് Sn 2 × 1 - 1/2n. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ലിമിറ്റ് 1/x വന്നാൽ x ടെൻഡിങ് ടു ഇൻഫിനിറ്റി ആണെങ്കിൽ 0 ആണ്. ഡിനോമിനേറ്ററിനകത്ത് ഇൻഫിനിറ്റി വന്നാൽ വാല്യൂ 0 ആണ്. വാല്യൂ അല്ല ടെൻഡിങ് ടു 0 ആണ്. ന്യൂമറേറ്റർ 1 വരുന്നില്ല, 2 or 3 എന്ത് വേണം വേറെ നമ്പർ വരാം. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ 1/2 വരുന്നുണ്ട്. n ഇൻഫിനിറ്റി വരുമ്പോൾ 2∞ ഇൻഫിനിറ്റി വരിക. സോ 1/∞ 0 ആയിപ്പോൾ. ഇത് 2 × 1 - 0 2 എന്ന് കിട്ടി. 2 ഒരു ഫൈനൈറ്റ് നമ്പറാണ്. അതുകൊണ്ട് ഈ സീരീസ് കൺവേർജൻ്റ് ആണ്. പക്ഷേ ഈ ഒരു രീതിയിൽ എല്ലാ പ്രോബ്ലം ചെയ്യാൻ നമുക്ക് പറ്റില്ല. എന്താ കാരണം വെച്ചാൽ ഇവിടെ ഇപ്പോൾ ജോമെട്രിക് സീരീസ് ആയതുകൊണ്ട് അതിൻ്റെ സമ്മ് കാണുന്ന ഫോമിലുണ്ട്. അപ്പോൾ എല്ലാ സീരീസ് സമ്മ് കാണുന്ന ഫോമിലൊന്നും ഉണ്ടാവില്ല. സീരീസ് സമ്മ് കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് ഈ മെത്തേഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു ബേസിക് ഡെഫിനിഷൻ മനസ്സിലാക്കിയാൽ മതി. പ്രോബ്ലം വരുമ്പോൾ ഇങ്ങനെ ചെയ്യാൻ നോക്കണ്ട, നമുക്ക് ബുദ്ധിമുട്ടാണ്. ഓക്കെ, ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിൻ്റ് അകത്ത് കൺവേർജൻ്റ് ആയിട്ടുള്ള ഏത് സീരീസ് എടുത്താലും നിങ്ങൾ സിഗ്മ യു കൺവേർജൻ്റ് ചെയ്തിരിക്കാം. കൺവേർജൻ്റ് ആയിട്ടുള്ള സീരീസ് എടുത്താൽ അതിൻ്റെ nth ടേം ലിമിറ്റ് എപ്പോഴും 0 ആയിരിക്കും. അപ്പോൾ നോക്കിയേ, ഈ എക്സാമ്പിൾ നോക്കിയേ, ഇതൊരു കൺവേർജൻ്റ് സീരീസ് ആണല്ലോ. ഈ 1 + 1/2 + 1/2² എക്സെട്ര. ഇതിൻ്റെ nth ടേം അല്ലെങ്കിൽ UN എന്ന് പറയുന്നത് 1/2n - 1 ആണ്. ഇത് ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി കൊടുത്താൽ എന്താ സംഭവിക്കുക, 1/∞ വരും, 0 കിട്ടും. അപ്പോൾ കൺവേർജൻ്റ് ആയിട്ടുള്ള എല്ലാ സീരീസിൻ്റെയും nth ടേമിൻ്റെ ലിമിറ്റ് എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പോൾ ഏതെങ്കിലും സീരീസിൻ്റെ nth ടേമിൻ്റെ ലിമിറ്റ് 0 ആണെങ്കിൽ x എന്ന് പറയുന്നത് 1 + 2x - x² + x³ ആണ്. ഞാൻ പറഞ്ഞുകൊണ്ട് ഇത് തന്നെ പോളിനോമിയൽ ആയതുകൊണ്ട് ഇവിടെ ചെയ്യേണ്ട ആവശ്യമില്ല, അതിന് ആൻസർ കിട്ടുക. ഇത് പോളിനോമിയൽ അല്ലെങ്കിൽ ചെയ്ത് നോക്കണം. അതുകൊണ്ട് ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ എന്ത് ഫംഗ്ഷൻ വരാം, sin x വരാം, log x വരാം, e⁻x വരാം, cos x വരാം, എന്ത് ഫംഗ്ഷൻ വരാം, പോളിനോമിയൽ വരാം. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, f(x)ന് x0 കൊടുക്കുക ആദ്യം. ഇതൊക്കെ 0 ആയിപ്പോയി, 1 കിട്ടി. ഇനി f'(x) ഫസ്റ്റ് ഡെറിവേറ്റീവ് 1ന് 0, 2x-ൻ്റെ ഡെറിവേറ്റീവ് 2 -x² -2x x³ 3x². അത് 0 കൊടുത്താൽ f'(0) കിട്ടും. x ടേം 0 ആയിപ്പോയി, ഈ 2 മാത്രം വരും. ഇനി ഒന്നുകൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, f'(x) കിട്ടും. 2ന് 0 -2x-ന് -2 3x² 6x. അതിന് 0 കൊടുത്താൽ കിട്ടുക -2 കിട്ടും. ഒന്നുകൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, അപ്പോൾ എന്താ കിട്ടുക, ഇവിടെ -2ൻ്റെ 0 6x-ൻ്റെ 6 കിട്ടും. ഇതിൽ പിന്നെ x കൊടുക്കാനില്ലാത്തതുകൊണ്ട് f'(0) x 6നെ കിട്ടാം. ഇനി നിങ്ങൾ ഈ പറഞ്ഞ പോളിനോമിയൽ കൊടുത്തു നോക്കുക, f(x) നമ്മൾ സീരീസ് കൊടുത്തു നോക്കുക, മാക്ലോസ് സീരീസ് കൊടുത്തു നോക്കുക, f(0) ഇതിൽ മാക്ലോസ് സീരീസ് ഫോർമുല അതിൽ കൊടുത്താൽ f(0) 1 കൊടുത്തു, f'(0) 2 കൊടുത്തു, f'(0) -2 കൊടുത്തു, f'(0) 6 കൊടുത്തു. സിംപ്ലിഫൈ ചെയ്താൽ ഇത് 2x 1 2x, ഇത് മൈനസ് വന്നു, 2 ഫാക്ടർ 2 ആണ്, വെട്ടിപ്പോയി, x² കിട്ടി. ഇവിടെ 3 ഫാക്ടർ 6 ആണ്, അത് വെട്ടിപ്പോയി, പ്ലസ് x³ കിട്ടി. ഇത് കണ്ട് നമ്മുടെ ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല, ഞാൻ ചെയ്ത് കാണിച്ചു മാത്രമേ ഉള്ളൂ. ഇതല്ലാത്ത പോളിനോമിയൽ അല്ലാത്ത വേറെ നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഏകദേശം ഇത്രയും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തെ കുറച്ച് പ്രോബ്ലം കുറിച്ചതില്ലേ ഇതേപോലെ പ്രോബ്ലം നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ പറ്റുമെങ്കിൽ ബിടെക്കിൻ്റെ ഫസ്റ്റ് സെമസ്റ്റർ സെക്കൻഡ് സെമസ്റ്റർ ടെക്സ്റ്റ് ബുക്ക് കിട്ടുമെങ്കിൽ അതിനകത്ത് ഇഷ്ടംപോലെ ഉണ്ട്. അല്ലെങ്കിൽ ഇതിപ്പോൾ ചില ഗൈഡുകൾ വാങ്ങി കിട്ടും, കൂടുതൽ പ്രോബ്ലം ഉണ്ടാവും, ചെയ്തു നോക്കും. ഇതാണ് ഇതിൻ്റെ ഈ തേർഡ് മോഡ്യൂളിൽ ആകെ ചോദിക്കാവുന്ന ടോപ്പിക്. ഇത്രയും ഭാഗത്താണ് ഏറ്റവും മോശമായിട്ട് ചോദിക്കാൻ സാധ്യത ക്വസ്റ്റ്യൻസ്. ഓക്കെ, നെക്സ്റ്റ് 2 ഇമ്പോർട്ടൻറ്റ് സീരീസാണ്. ഇത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മോഡ്യൂൾ അവസാനിപ്പിക്കാം. ടേലർ സീരീസ് ആൻഡ് മക്ലോറിൻ സീരീസാണ്. ഒരു ഫംഗ്ഷൻ നമുക്കൊരു സീരീസൊക്കെ എഴുതാം. ഇതാ ഞാൻ ഇങ്ങനെ എഴുതുന്നത്, f(x)ന്
എഫ് ഓഫ് എ പ്ലസ് എക്സ് മൈനസ് എ ബൈ 1 ഫാക്ടോറിയൽ ഇൻറ്റു എഫ് ഡാഷ് എ പ്ലസ് എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു എഫ് ഡബിൾ ഡാഷ് എ പ്ലസ് എക്സ് മൈനസ് എ ഹോൾ ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു എഫ് ട്രിപ്പിൾ ഡാഷ് എ പ്ലസ് എക്സെട്ര. ഇതിനാണ് എന്ത് പറയുക, ടേലർ സീരീസ് പറയാം. ഈ ടേലർ സീരീസിനകത്ത് ഞാൻ എക്സ് എക്ക് 0 കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും എഫ് ഓഫ് എക്സ്. ഇവിടെ എക്ക് എന്ത് വരെ കൊടുക്കട്ടോ, എന്നും കൊടുക്കാം. ഞാൻ ഇവിടെ 0 കൊടുത്താൽ എഫ് ഓഫ് 0 പ്ലസ് എക്സ് ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് ഇൻറ്റു എഫ് ഡാഷ് 0 പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു എഫ് ഡബിൾ ഡാഷ് 0 പ്ലസ് എക്സെട്ര. ഇതിൻ്റെ പേരാണ് എന്ത്, മെക്ലോറിൻ സീരീസ്. ആദ്യം പറഞ്ഞ ടേലർ സീരീസ്, സെക്കൻഡ് എന്താ മെക്ലോറിൻ സീരീസ്. ഒരു എക്സാമ്പിൾ നോക്കിക്കോളെ. റൈറ്റ് ദി മെക്ലോറിൻ സീരീസ് ഓഫ് ഇ റൈസ് ടു എക്സ്. എന്താ ചെയ്യേണ്ടത്, ഇ റൈസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് എടുക്കുക. അപ്പോൾ എഫ് ഡാഷ് എക്സ് ആണ്, അത് ഇ റൈസ് ടു എക്സ് തന്നെയാണ്. എഫ് ഡാഷ് എക്സ് ഡെറിവേറ്റീവ് കേട്ടോ. എഫ് ഡബിൾ ഡാഷ് എക്സ് എന്നാൽ സെക്കൻഡ് ഡെറിവേറ്റീവാണ്, വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. എഫ് ട്രിപ്പിൾ ഡാഷ് എക്സ് വീണ്ടും ഡിഫറൻഷ്യേറ്റ് ഒക്കെ ഇ റൈസ് ടു എക്സ് കിട്ടുക. അപ്പോൾ എഫ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ എക്സ് 0 കൊടുക്കുക, ഇ റൈസ് 0 1 ആണ്. എഫ് ഡാഷ് 0 എന്നാൽ എഫ് ഡാഷ് എക്സിൽ എക്സ് 0 കൊടുക്കുക, ഇ റൈസ് 0 അത് 1 ആണ്. എഫ് ഡബിൾ ഡാഷ് 0 ഇവിടെ എക്സ് 0 കൊടുക്കുക, ഇ റൈസ് 0 അവിടെ 1 ആണ്. എല്ലാം 1 ആണ് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഫോമിലേക്ക് കൊടുക്കാം, എല്ലാത്തിനും 1 കൊടുക്കാം. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് 0 പ്ലസ് എക്സ് ബൈ 1 ഫാക്ടോർ ഇൻറ്റു എഫ് ഡാഷ് 0 പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോർ ഇൻറ്റു എഫ് ഡബിൾ ഡാഷ് 0 ഇങ്ങനെ പോകുന്നു. അപ്പോൾ ഇവിടെ എഫ് ഓഫ് എക്സ് ആരാ, ഇ റൈസ് ടു എക്സ്. എഫ് ഓഫ് 0 1, എഫ് ഡാഷ് 0 1, അപ്പോൾ എക്സ് ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടർ ഇൻറ്റു 1 പ്ലസ് എക്സ് ക്യൂ ബൈ 3 ഫാക്ടർ 1 അങ്ങനെ കിട്ടാം. ഇതാണ് എക്സ്പോണൽ സീരീസ് എന്ന് പറയുന്നത്. ഇതാണ് ഇതിൻ്റെ ഇ റൈസ് ടു എക്സിൻ്റെ എന്താ പറയുക, മെക്ലോറിൻ സീരീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതൊരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റൻ 2009 ക്വസ്റ്റൻ ആണ്. നോട്ട്സ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. എന്താണ് ക്വസ്റ്റൻ അറിയോ, ദി തേർഡ് മെക്ലോറിൻ പോളിനോമിയൽ ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 പ്ലസ് 2x മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ക്യൂബ്. ഈ മെക്ലോറിൻ പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ മെക്ലോറിൻ സീരീസ് തേർഡ് മെക്ലോറിൻ എന്ന് പറഞ്ഞാൽ തേർഡ് പവർ വരെ. ഇപ്പോൾ ക്വസ്റ്റ്യൻ തന്നെ ഇപ്പോൾ ഒരു പോളിനോമിയലാണ്, അത് തേർഡ് പവറാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ശരി മാറ്റേണ്ട ആവശ്യമില്ല, ഇതിൻ്റെ പോളിനോമിയലാണ്. ഇതിൻ്റെ ആൻസർ വരിക. അപ്പോൾ ഇതിൻ്റെ ആൻസർ ആക്ച്വലി ആൻസർ എന്താ വരിക, ഇതിന് വരിക. എന്നാൽ ചിലതുണ്ടാവും ഇങ്ങനെ പോളിനോമിയൽ അല്ല സൈൻ എക്സ് തരും, അല്ലെങ്കിൽ ഇ റൈസ് എക്സ് തരും. അങ്ങനെ ഒരു എന്ത് ചെയ്യണം, മെക്ലോറിസിസ് മാറ്റിയിട്ട് എക്സിൻ്റെ തേർഡ് പവർ വരെ, തേർഡ് മെക്ലോൺ തേർഡ് പവർ വരെ, ഇനി ഫോർത്ത് മെക്ലോൺ ഫോർത്ത് പവർ വരെ എഴുതണം. ഓക്കെ, ഇനി നമുക്കൊരു ഇത് ആക്ച്വലി ഇതിനെ കിട്ടുക, പക്ഷെ നമുക്ക് ജസ്റ്റ് പ്രൂവ് ചെയ്ത് കാണിച്ചു തരാം. -1 റേസ് ടു n എന്നാ കിട്ടുക, n+3. കാരണം 1 കൊടുത്താൽ ഇവിടെ 3 കൊടുത്താൽ 3 വെട്ടിപ്പോവുക ചെയ്യാം, ഇതുണ്ടാവില്ല. ഇനി ഇതിൽ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമ്മൾ 1/n 0 കൊടുത്താൽ 1/3 -1/4 പ്ലസ് 1/5 -1/6 എക്സെട്ര. ഇത് നമുക്ക് പറയാം, ഇത് ഇതിൻ്റെ ടെസ്റ്റ് ഉപയോഗിച്ചാൽ ഇത് ഡിക്രീസിങ് ആണ്. 1/3 കുറവാണ്, 1/4 കുറവാണ്, 1/6 കുറഞ്ഞ ഡിക്രീസിങ് ആണ്. ഇതിൻ്റെ nth ടേം എടുത്താൽ നിങ്ങൾക്ക് 1/n+3 കിട്ടുക. അതിന് ലിമിറ്റ് എടുത്ത് ഞാൻ 0 കിട്ടും. അപ്പോൾ ലിമിറ്റ് ടെസ്റ്റ് ഉപയോഗിച്ചാൽ ഇത് എന്താണ്, കൺവേർജൻ്റ് ആണ്. അപ്പോൾ 3 നമ്മുടെ ഇവിടെ വേണം, ഇൻ്റർവെല്ലിൽ വേണം. അപ്പോൾ 3 വേണം, -3 വേണ്ട. അപ്പോൾ ലെഫ്റ്റ് എന്താ എഴുതുക, ഓപ്പൺ റൈറ്റ് ക്ലോസ്. ഇതാണ് അതിൻ്റെ ആൻസർ. അപ്പോൾ ഏതാ ഓപ്ഷൻ വരുന്നത്, ഇതിൻ്റെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് ലാസ്റ്റ് ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ലെഫ്റ്റ് ഓപ്പൺ -3 റൈറ്റ് ക്ലോസ്ഡ് 3. ഇനി നമ്മൾ അടുത്ത ഒരു പ്രോബ്ലത്തിലേക്ക് വന്നാൽ, ഇത് 2019 വന്ന ക്വസ്റ്റ്യൻ ആണ്. ദി ഇൻ്റർവെൽ ഓഫ് കൺവേർജൻസ് സെയിം സംഭവം തന്നെ. സിഗ്മ 4 x ആണ്. ഇവിടെ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. നമുക്ക് അവിടെ മോഡ് UN എടുത്താൽ മോഡ് 4 x വരിക. അതായത് UN+1 എടുത്താൽ മോഡ് UN+1 n മാറ്റി n+1 ആക്കി. റേഷ്യോ എടുത്തു 4n+1 x+1 ബൈ 4n എടുത്തു. 4n+1 4n ക്യാൻസൽ ആക്കിയിട്ട് 4 കിട്ടും. x+1 ബൈ x എടുത്താൽ x കിട്ടും. 4ൻ്റെ മോഡ് എക്സ് 4 തന്നെ, 4ൻ്റെ മോഡ് എക്സ്. അപ്പോൾ ഇതാണ് ലിമിറ്റ് കിട്ടും, 4ൻ്റെ മോഡ് എക്സ്. ഈ 4ൻ്റെ മോഡ് എക്സ് ലിമിറ്റ് <1 ആയാൽ കൺവേർജൻ്റ് ആയിരിക്കും. അപ്പോൾ അത് <1 ആവണമെങ്കിൽ മോഡ് എക്സ് <1/4 ആവണം. മോഡ് എക്സ് <1/4 ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ -1/4ൻ്റെയും 1/4ൻ്റെയും ഇടയിലായിരിക്കണം. അപ്പോൾ -1/4 1/4 ആയിരിക്കണം. ഇനി -1/4 1/4 വന്നാൽ ടെസ്റ്റ് ഫെയിലാണ്, അത് പ്രത്യേകം ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ എക്സ് -1/4 ആണെങ്കിൽ നമ്മുടെ സീരീസ് എങ്ങനെ എഴുതാം, സിഗ്മ n = 0 to ∞ 4 x എന്നുള്ളത് സിഗ്മ n = 0 to ∞ 4 ഉണ്ട്. ഈ എക്സിന് എന്ത് ചെയ്യുക, -1/4 കൊടുക്കുക, റേസ് ടു n. ഇത് -1 റേസ് ടു n ബൈ 4 ആണ്. 4 വെട്ടിക്കളയുക, -1 റേസ് ടു n. ഇതിൽ n 1 കൊടുത്താൽ 0 കൊടുത്താൽ 1, 1 കൊടുത്താൽ -1, 2 കൊടുത്താൽ 1, -1 ഇങ്ങനെ കിട്ടും. ഇതിന് പറയുക ഓസിലേറ്റിംഗ് സീരീസ് എന്നാണ് പറയുക. ഈ ഓസിലേറ്റിംഗ് സീരീസ് ഡൈവേർജൻ്റ് ആണ്, ഇത് നോട്ട് കൺവേർജൻ്റ് ആണ്. അത് അല്ലാണ്ട് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഇത് നമുക്ക് ഡിവിഷൻ സിസ്റ്റം വെച്ച് പറയാൻ പറ്റും, ഇത് ഡിക്രീസിങ് ആയി വരുന്നില്ല. അപ്പോൾ തന്നെ ഇത് കൺവേർജൻ്റ് അല്ല. സോ അതുകൊണ്ട് -1/4 അതിൽ പെടില്ല.
ഇനി 1/4 വിടുമോ? 1/4 കൊടുത്താൽ ഇതേപോലെ ഇതേ ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കിയേ. 1/4 കൊടുത്താൽ 1 സിഗ്മ 1 ആ കിട്ടുക. സിഗ്മ 1 എന്ന് പറഞ്ഞാൽ 1+1+1+. ഇത് ജോമെട്രിക് സീരീസ് ആണ്. ഇതിൻ്റെ കോമൺ റേഷ്യോ 1 ആണ്. കോമൺ റേഷ്യോ 1 ആയ ജോമെട്രിക് സീരീസ് എന്നല്ല, കൺവേർജൻ്റ് അല്ല, അതും ഡൈവേർജൻ്റ് ആണ്. അതുകൊണ്ട് -1/4 പെടില്ല, 1/4 പെടില്ല, ബിറ്റ്വീൻ മാത്രമേ പെടൂ. അപ്പോൾ രണ്ട് ഭാഗത്ത് ഓപ്പൺ ആണ്. ഓപ്പൺ ഇൻ്റർവെൽ -1/4 1/4 ആൻസർ. 2018 ക്വസ്റ്റ്യൻ വെച്ചിട്ടുണ്ട്. ദി ഇൻ്റർവെൽ ഓഫ് കൺവേർജൻസ് ഓഫ് ദി പവർ സീരീസ് sigma n equal to 0 to infinity -1/n into x⁻n by n+1 to 3/n. അത് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് -∞, ഇൻഫിനിറ്റി, -3 3 -3 ഇവിടെ ശ്രദ്ധിക്കുന്നത് ലെഫ്റ്റ് ക്ലോസിൽ ഇത് ലെഫ്റ്റ് ഓപ്പൺ. ഇവിടെ നേരത്തെ വെച്ചാൽ നമുക്ക് UN എഴുതാം, മോഡ് UN എഴുതാം. മോഡ് UN പറയുമ്പോൾ നമുക്ക് -1/n വേണ്ട, ബാക്കിയുള്ള മോഡൽസ് എടുത്താൽ മതി. മോഡ് UN+1 എഴുതാം, n മാറ്റി n+1 ആക്കി. ഇവിടെ n+1 n+2 ആവും. ഇനി റേഷ്യോ എടുക്കുക, UN+1 by UN എടുക്കുക, ഈ കാണുന്ന സംഭവം ബൈ ഈ കാണുന്ന സംഭവം. ഇനി ഇത് തിരിച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. x⁻n+1 by n+2 into 3n+1 ഇൻറ്റു വന്നു, മുകളിലേക്ക് പോയി n+1 into 3n by x⁻n വന്നു. ഇവിടെ x⁻n+1ഉം x⁻n ക്യാൻസൽ ചെയ്തു, അപ്പോൾ x കിട്ടി. 3n+1ഉം 3n ക്യാൻസൽ, അവിടെ 3യും കിട്ടി. n+1 by n+2 എന്ത് ചെയ്യുക ഒന്ന് ചെയ്താൽ അപ്പോൾ ഇങ്ങനെ കിട്ടും. n+1 by n+2 ഒരു 1/3 ഒരു x. ഇതിനൊന്നും പിന്നെ മോഡൽസ് ആവശ്യമില്ല, പോസിറ്റീവായിട്ട് മോഡൽസ് ആവശ്യമില്ല. 1/3 ഇൻറ്റു n+1 by n+2 ഇൻറ്റു മോഡ് x. ലിമിറ്റ് കാണണമെങ്കിൽ ഇവിടെ മോഡ് രണ്ട് സ്ഥലത്ത് n വന്നുകൊണ്ട് ഇവിടെ എല്ലാ ടേമിനുകളും എന്ത് n കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇത് n ഡിവൈഡ് ചെയ്യുമ്പോൾ 1 ആവും, ഇത് 1/n ആവും, ഇത് 1 ആവും, ഇത് 2/n ആവും. ഇനി താഴെ മാത്രം n വരുന്ന ഭാഗത്ത് ലിമിറ്റ് കാണുമ്പോൾ 0 ആകിട്ടാ, ഇത് 0 ആയിട്ട് ഇത് 0 ആകിട്ടാ. ഇത് 1/3 ഇൻറ്റു മോഡ് x എന്നാ കിട്ടുക. 1/3 മോഡ് മോഡ് x/3. അപ്പോൾ ഇതാണ് ലിമിറ്റ് കിട്ടുന്നത്, മോഡ് x/3. ഇനി ഈ ലിമിറ്റ് 1 കുറയണം കൺവേർജൻ ആവണമെങ്കിൽ. മോഡ് x/3 <1 ആണ്, കൺവേർജൻ ആണ്. മോഡ് x/3 <1 എന്ന മീനിങ് എന്താ? മോഡ് x <3. മോഡ് x <3 എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ -3 ഇടയ്ക്കായിരിക്കണം. അപ്പോൾ ഈ ഒരു ഉള്ളിലാണ് വരുന്നെങ്കിൽ കൺവേർജൻ്റായി. ഇനി രണ്ട് ബൗണ്ടറി നോക്കണം. രണ്ട് ബൗണ്ടറി നമുക്ക് പ്രത്യേകം ടെസ്റ്റ് ചെയ്യണം. ഈ ബൗണ്ടറി നമുക്ക് ടെസ്റ്റ് പോരാ, പ്രത്യേകം ടെസ്റ്റ് ചെയ്യണം. അപ്പം ആദ്യം എന്ത് ചെയ്യാം? എക്സിൻ്റെ വാല്യൂ +or -3 ആദ്യം എടുക്കാം. x -3 ആകുമ്പോൾ ഇതാണ് നമ്മുടെ സീരീസ്. എക്സിന് -3 കൊടുക്കുക, -3 വരും. -3 എന്ന് പറഞ്ഞാൽ -1/n into 3n എന്നാണ്. 3 വെട്ടിക്കളിയാം. -1/n എന്ന് പറയുമ്പോൾ -1/n+n എന്നാ വരിക, -1/2 എന്നാ വരിക. 2n എന്ന് പറയുന്നത് 2ൻ്റെ മൾട്ടിപ്പിൾ അല്ല, അപ്പോൾ ഈവൺ നമ്പറേ വരും. 2 × 1 2 × 2 × 3 2 × 2 എല്ലാം ഈവൺ നമ്പറേ വരും. ഈവൺ നമ്പർ ആകുമ്പോൾ -1 നമ്പർ ഈവൺ നമ്പർ പോസിറ്റീവ് കിട്ടുക, അപ്പോൾ അത് പോസിറ്റീവ് 1 ആകട്ടെ, 1/n+3. ഇതിൽ നിങ്ങൾ എന്ത് ചെയ്യാം? n 1 0 1 2 കൊടുത്താൽ 1/3 + 1/4 + 1/4 എക്സെട്ര കിട്ടുന്നത്. നേരത്തെ പഠിച്ചിട്ടുണ്ട് 1 + 1/2 + 1/3 + 1/4 എക്സെട്ര. ഇത് ഡൈവേഴ്സൻ്റ് ആണ്. ഇത് ഡൈവേഴ്സൻ്റ് ആണെങ്കിൽ ഈ രണ്ടെണ്ണം ഒഴിവാക്കിയിട്ട് ബാക്കി എന്തായിരിക്കും? ഡൈവേഴ്സൻ്റ് ആയിരിക്കും. സോ ഇത് ഡൈവേഴ്സൻ്റ് ആയതുകൊണ്ട് ആ പോയിന്റ് ഇതിന് വേണ്ട. ഇനി 3 വേണോ നോക്ക്. 3 വേണമെങ്കിൽ x 3 കൊടുക്കുക. ഇതേപോലെ 3 വെട്ടിപ്പോയി. അപ്പോൾ കൂടെ ഇങ്ങനെ കിട്ടി, -1/n കിട്ടി. ഇത് -1യും 1 എടുക്കുന്നത് എന്താണ്? കൺവേർജൻ്റ് ആണ്. ഇനി -1 1 വരുമ്പോൾ ബൗണ്ടറി ഒന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ ആദ്യം ഞാൻ എക്സിന് -1 കൊടുക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ സീരീസ്. സിഗ്മ -1/n+1 x⁻n by n ആണ്. അതിൽ എക്സിന് എന്ത് ചെയ്യുക? -1 കൊടുക്കുക. അപ്പോൾ -1/n+1 ഇൻറ്റു -1/n by n കിട്ടും. -1/n+1 എന്ന് പറഞ്ഞാൽ -1/n+1 + n കിട്ടുക. അപ്പോൾ 2n+1. പിന്നെ 1/n ശരിയല്ല. സോ ഇവിടെ നമുക്ക് ഇതൊരു ഈവൺ നമ്പറാണ്, സോറി ഓഡ് നമ്പറാണ്. 2n+1 എന്ന് പറഞ്ഞാൽ n 1 കൊടുത്താൽ 3 ആണ് കിട്ടുക, n 2 കൊടുത്താൽ എന്താ കിട്ടുക? 5 ആണ് കിട്ടുക, n 3 കൊടുത്താൽ 7 ആണ് കിട്ടുക. ഇതപ്പോൾ ഓഡ് നമ്പറാണ് വരിക. -1ൻ്റെ പവർ ഓഡ് നമ്പർ വന്നാൽ അതെപ്പോഴും മൈനസ് ആയിരിക്കും. അതുകൊണ്ട് എപ്പോഴും ഇത് മൈനസ് ആകിടുക. -σ 1/n കിട്ടും. ഈ സിഗ്മ 1/n നമ്മൾ നേരത്തെ പറഞ്ഞ സീരീസാണ്, ഇത് P സീരീസാണ്. ഇത് ഡൈവേഴ്സൻ്റ് ആണ്. അപ്പോൾ -1 എന്താ വരിക? ഡൈവേഴ്സൻ്റ് ആണ്. അപ്പോൾ x = -1 വരുമ്പോൾ ഇത് ഡൈവേഴ്സൻ്റ് ആണ്. അപ്പോൾ അത് നമ്മളെ എന്ത് വേണ്ട? ഇൻ്റർവെൽ വേണ്ട. ഇനി x 1 +1 ആയാലോ? x +1 ആയാലും ഞാനിവിടെ എന്ത് ചെയ്തു? സീരീസ് സിഗ്മ n = 1 to infinity -1/n+1. ഇവിടെ x എന്ത് കൊടുത്തു? 1 കൊടുത്തു. അപ്പോൾ 1/n കിട്ടുക. അപ്പോൾ 1/n 1 ആണ്. അപ്പോൾ ഇത് -1/n+1 ഇൻറ്റു 1/n കിട്ടും. ഇതൊരു ഓൾട്ടർനേറ്റീവ് സീരീസാണ്. നമ്മൾ n 1 കൊടുക്കുമ്പോൾ ഇത് 1 ആ കിട്ടുക. n 2 കൊടുക്കുമ്പോൾ -1/2 + 1/3 -1/4. ഇത് നേരത്തെ കണ്ട സീരീസ് അല്ലേ? ഈ ഓൾട്ടർനേറ്റീവ് സീരീസിൻ്റെ വരിക കൺവേർജൻ്റ് ആണ്. ഇത് ഡിക്രീസിങ് ഓർഡറിലാണ് വരുന്നത്. മാത്രമല്ല ഇത് nth 1/n ലിമിറ്റ് 0 ആണ്. ഇത് കൺവേർജൻ്റ് ആണ്. അപ്പോൾ നമുക്ക് 1 നമ്മൾ ഇൻ്റർവെൽ പെടുത്തണം. അപ്പം -1 പെടരുത്, 1 പെടണം. അപ്പം ബിറ്റ്വീൻ എല്ലാം പെടണം. അപ്പം ഇങ്ങനെ എഴുതാം: ലെഫ്റ്റ് ഓപ്പൺ, റൈറ്റ് ക്ലോസ്ഡ്. അപ്പം ലെഫ്റ്റ് -1 പെടില്ല, റൈറ്റ് 1 പെടും. ഇതാണ് എൻ്റെ ആൻസർ. മെത്തേഡ് ഞാൻ പറഞ്ഞതുകൊണ്ട് സിഗ്മ an എക്സ്പ്രഷൻ എന്ന ക്വസ്റ്റ്യൻ ഉണ്ടാവാം. അത് an മാത്രം എടുത്താൽ മതി. ഇനിയിപ്പോൾ ഈ മോഡലാണെങ്കിലും an മാത്രം എടുക്കുക. കോഎഫിഷ്യൻ്റ്
എന്താ എ എൻ കണ്ട് കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാം എ എൻ പ്ലസ് 1 കാണാം. അതിന് എൻ ഡിവൈഡ് ചെയ്യാം, ഈ റേഷ്യോ ലിമിറ്റ് എടുക്കാം, ആ എൻ ടെൻഡ് ഇൻഫിനിറ്റി ആയിട്ട്. ഈ റേഷ്യോ കിട്ടുന്ന ആൻസറാണ് 1/6. അതിന് റെസിപ്രോക്കലാണ് 6. അതാണ് റേഡിയസ് ഓഫ് കൺവേർജൻസ്. അതൊരു ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഇൻ്റർവെൽ ഓഫ് കൺവേർജൻസ് ആണ്. ഈ സീരീസ് ഒരു റീജിയനിൽ അല്ലെങ്കിൽ എന്തായിരിക്കും കൺവേർജൻ ആയിരിക്കും, ആ റീജിയൻ്റെ എന്താ ലെങ്ത്, ആ ഇൻ്റർവെൽ ഏത് ഇൻ്റർവെല്ലാണ് നോക്കുക. നമ്മൾ ലെങ്താണ് അതിൻ്റെ റേഡിയസ് പറഞ്ഞത്. ഏത് ഇൻ്റർവെൽ, ഏത് മുതൽ ഏത് വരെ, വേരിയബിൾ എക്സിൻ്റെ വാല്യൂ ഏത് മുതൽ ഏത് വരെ വരുമ്പോഴാണ് അത് കൺവേർജൻ്റ് ആവുന്നുള്ളതാണ് ഇൻ്റർവെൽ ഓഫ് കൺവേർജൻസ്. അത് ഞാനൊരു പ്രോബ്ലം ഞാൻ കാണിച്ചു തരാം. Determine the interval of convergence for the series sigma -1 raised to n plus 1 into x raised to n by n. അതിനകത്ത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇത് എപ്പോഴാണ് കൺവേർജ് ചെയ്യാൻ നോക്കണമെങ്കിൽ നമ്മൾ റേഷ്യോ ടെസ്റ്റ് ഉപയോഗിക്കാം. അപ്പോൾ റേഷ്യോ ടെസ്റ്റ് ഉപയോഗിക്കുമ്പോൾ പിന്നെ മോഡ്ലെസ് എടുക്കുക. ആദ്യം മോഡ് യു എൻ എഴുതാം. മോഡ് യു എന്ന് പറഞ്ഞാൽ മോഡ്ലെസ് ആയതുകൊണ്ട് മൈനസിൻ്റെ ആവശ്യമില്ല. ബാക്കി മോഡ് എക്സ് റേസ് ടു എൻ ബൈ എൻ എടുക്കുക. മോഡ് യു എൻ പ്ലസ് 1 കാണാം, എക്സ് റേസ് ടു എൻ പ്ലസ് 1 ബൈ എൻ പ്ലസ് 1, അതിൻ്റെ റേഷ്യോ എടുക്കാം, എന്നിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എക്സ് റേസ് n പ്ലസ് 1 ബൈ n പ്ലസ് 1 ഇൻറ്റു എൻ ബൈ എക്സ് റേസ് n വന്നു. എക്സ് റേസ് n പ്ലസ് 1 എക്സ് റേസ് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു എക്സ് കിട്ടും. എൻ ബൈ എൻ പ്ലസ് 1 ഒന്നിച്ച് എഴുതാം. സോ നമുക്ക് എന്ത് ചെയ്തിനാ ലിമിറ്റ് കാണാൻ വേണ്ടി ഇവിടെ എന്താ ചെയ്യാമെന്ന് വെച്ചാൽ ഈ എന്നിനെയും ഇവിടെ എന്നെയും ഈ വണ്ണിനെയൊക്കെ എന്നോട് ഡിവൈഡ് ചെയ്യാൻ പോവാണ് ലിമിറ്റ് കാണാൻ വേണ്ടി. അപ്പോൾ ഇത് 1/n ഇവിടെ 1 വരും, ഇത് 1 വരും, ഇവിടെ 1/n വരും. 1/1 + 1/n എക്സ് വരും. ഇനി n എന്നുള്ള ലിമിറ്റ് കാണുമ്പോൾ ഈ 1/n സ്ഥാനത്ത് 0 വരും. 1/n വരുന്നതുകൊണ്ട് 0 വരും. ബാക്കി ഇത് 0 വന്നു കഴിഞ്ഞാൽ 1/1 + 0 വരെ ഇൻറ്റു എക്സ് മോഡ് എക്സ് വരും. അപ്പോൾ ലിമിറ്റ് കിട്ടുന്ന മോഡ് എക്സ് ആണ്. അപ്പം നമുക്കറിയാം റൂട്ട് ടെസ്റ്റിനകത്ത് ഈ ലിമിറ്റ് 1ൽ കുറയാനേ കൺവേർജൻ്റ് ആണ്. അപ്പം മോഡ് എക്സ് <1 ആണെങ്കിൽ സീരീസ് കൺവേർജ് ചെയ്യും. മോഡ് എക്സ് <1 എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ, എക്സിൻ്റെ വാല്യൂ -1ൻ്റെയും 1ൻ്റെ ഇടയ്ക്ക് വരുന്നതല്ലേ. -1 <x <1 വരുന്നതാണ്. അതായത് ഈ ഒരു ഇൻ്റർവെല്ല് -1ൻ്റെയും 1ൻ്റെയും ഇടയ്ക്കാണ് എക്സ് വരുന്നതെങ്കിൽ ഈ സീരീസ് കൺവേർജൻ്റ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും -1ൻ്റെയും 1ൻ്റെയും ഇടയ്ക്കുള്ള എല്ലാ വാല്യൂവും കൺവേർജൻ്റ് ആകുന്ന പോയിന്റുകളാണ്. അവിടെ തീരുന്നില്ല. നമുക്ക് മോഡ് എക്സ് 1 ആയാലും നമുക്കറിയില്ല, അത് ടെസ്റ്റ് ഫെയിലാണ്. മോഡ് എക്സ് 1 കൂടില്ല, കാരണം 1 കൂടിയ ഡൈവേർജൻ്റാണ്. പക്ഷേ 1 ആകുമ്പോൾ ടെസ്റ്റ് ഫെയിലാണ്. ടെസ്റ്റ് ഫെയിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഇതുപോലെ പെട്ടെന്ന് പറയാൻ പറ്റില്ല. ആ മെത്തേഡ് നമ്മൾ ചെയ്യണം, വേറെ ചെയ്ത് നോക്കണം, അത് കൺവേർജൻ കണ്ടുപിടിക്കണം. അപ്പോൾ മോഡ് എക്സ് 1 ആകുമ്പോൾ എക്സിൻ്റെ വാല്യൂ +1 -1 വരാം. ഇതെന്തായാലും കൺവേർജനാണ്. ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളെ എക്സാമിന് മാത്തമാറ്റിക്സിൻ്റെ പാർട്ടാണ്. മാത്തമാറ്റിക്സിൻ്റെ 5 മോഡ്യൂളായിട്ടാണ് നമ്മൾ മാത്തമാറ്റിക്സ് സിലബസ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ 5 മോഡ്യൂളിൽ കവർ ചെയ്യുന്ന ഭാഗങ്ങൾ നിങ്ങൾ ഫസ്റ്റ് ഇയർ ബിടെക് ഫസ്റ്റ് ഇയറിന് നിങ്ങൾക്ക് മിസ്സായി പോകുന്ന ഭാഗമാണ് ബിടെക്കിൻ്റെ ഫസ്റ്റ് ഇയർ. ആ ഫസ്റ്റ് ഇയർ വരുന്ന S1 S2 വരുന്ന മാത്തമാറ്റിക്സിലെ ടോപ്പിക് ഏതാണ്ടാണ് നമ്മൾ സിലബസ് ഈ എക്സാമിൻ്റെ സിലബസ് പഠിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ശരിക്കും മനസ്സിലാക്കി പഠിക്കുന്നത് നല്ലതാണ്. കാരണം നിങ്ങൾ ബിടെക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3rd സെമസ്റ്റർ മുതൽ ഇത് എന്താ പറയുക മാത്തമാറ്റിക്സ് ഫോളോ ചെയ്യണമെങ്കിൽ ഈ കാര്യം നിങ്ങൾ ബേസിക്കായിട്ട് ആവശ്യമുണ്ടാവും. ഓക്കെ, നമുക്ക് അന്ന് ഡിസ്കസ് ചെയ്യുന്ന 3rd മോഡ്യൂളാണ് സീക്വൻസ് ആൻഡ് സീരീസ്. സാധാരണ ഇതിലൊരു 10-20 ക്വസ്റ്റ്യൻ മാത്തമാറ്റിക്സിൻ്റെ പാർട്ട് ഉണ്ടാകും. അതിനകത്ത് 5 മോഡ്യൂളായിട്ട് 20ഓളം ക്വസ്റ്റ്യൻ വരും. അപ്പോൾ നോക്കാം. നമുക്ക് ഫസ്റ്റ് സീക്വൻസ് ആൻഡ് സീരീസ് ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതാണ് നമ്മൾ 3rd മോഡ്യൂൾ. സീക്വൻസ് നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ടാവും, പ്രോഗ്രഷൻ പഠിച്ചിട്ടുണ്ടാവും അല്ലേ, AP GPയിൽ പഠിച്ചല്ലേ, അതൊക്കെ സീക്വൻസാണ്. അപ്പോൾ U1 ജനറലായിട്ട് പറയുകയാണെങ്കിൽ U1 U2 U3 എക്സെട്ര ഇങ്ങനെയുള്ളൊരു സീക്വൻസ് എന്ന് പറയുമ്പോൾ ഈ U1 U2 U3 നമ്പറാണ്. ഇത് ഇൻഫിനിറ്റി വരെ പോകുന്ന നമ്പറുകളുണ്ട്. ഇത് കോമയായിട്ടാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്, സീക്വൻസ് പറയാം. എന്നാൽ ഈ സീക്വൻസിനകത്ത് ബിറ്റ്വീൻ 2 ടേംസ് നിങ്ങൾ പ്ലസോ മൈനസോ ഇട്ട ഒരു എക്സ്പ്രഷൻ കിട്ടും, സമ്മ്. അതിനെന്ത് പറയാം, സീരീസ് എന്ന് പറയാം. ഓക്കെ, ഇതിവിടെ കോമയായിട്ട് ചെയ്യാൻ സീക്വൻസ് പ്ലസ് അല്ലെങ്കിൽ മൈനസ് ഇട്ടാൽ എന്താ പറയുക, സീരീസ്. ഞാൻ പ്ലസ് ആയിട്ടിരിക്കുന്നത് മൈനസ് വരാം. U1 + U2 + U3 + എക്സെട്ര അതാണ് സീരീസ്. ഇത് ഇങ്ങനെയാണ് സാറിന് എഴുതുക. സിഗ്മ ഉപയോഗിച്ച സിമ്പിള് സിഗ്മ UN n = 1 to infinity. സിഗ്മൻ്റെ മീനിങ് എന്താ, സമ്മിൻ്റെ സിമ്പിളാണ് സിഗ്മ. ഇത് നമ്മൾ ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ് പറയുന്നത് കൺവേർജൻറ്റ് സീരീസ്. സീരീസ് നമുക്ക് 2 ഗ്രൂപ്പാക്കി തരംതിരിക്കാം. കൺവേർജൻറ്റ് സീരീസും ഉണ്ട്, ഡൈവേർജൻറ്റ് സീരീസും ഉണ്ട്. കൺവേർജൻ്റ് എല്ലാ സീരീസാണ് എന്ത്, ഡൈവേർജൻറ്റ് സീരീസ്. ആ പേര് തന്നെ ഉണ്ട്. ഒരു സീരീസ് കൺവേർജൻ്റ് ആവണമെങ്കിൽ ആ സീരീസിൻ്റെ സമ്മ് ഒരു ഫൈനൈറ്റ് നമ്പർ ആയിരിക്കണം. ഒരു പോയിന്റിൽ കൺവേർജ് ചെയ്യണം, സമ്മ് ഫൈനൈറ്റ് നമ്പർ ആയിരിക്കണം. അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ S1 S2 U1 + U2 + U3 + എക്സെട്ര ഇതൊരു ഇൻഫിനിറ്റ് സീരീസാണ്.
ഇത് സമ്മ് കണ്ടു കഴിഞ്ഞാൽ ഈ സമ്മ് കണ്ട ഒരു ഫൈനൈറ്റ് നമ്പറാണ് കിട്ടുന്നെങ്കിൽ ഇത് കൺവേർജൻറ്റ് സീരീസ് ആയിരിക്കും. നമുക്ക് സമ്മ് കാണാൻ മെത്തേഡ് എന്ന് വെച്ചാൽ ആദ്യം ഇതിനകത്തുള്ള ഫസ്റ്റ് n ടേംസിൻ്റെ സം എടുക്കുക. അത് S1 Sn എന്ന് പേര് കൊടുക്കുക. U1 + U2 + U3 + എക്സെട്ര UN എടുക്കുക. ഇത് n ടേംസിൻ്റെ സമ്മാണ്. ആ n ടേംസ് സമ്മ് Sn എടുത്തിട്ട് അതിൻ്റെ ലിമിറ്റ് കാണാം. അതിന് ലിമിറ്റാണ് നമ്മൾ ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി Sn. ഇതൊരു Sn പ്രോബ്ലം ഞാൻ പറഞ്ഞു തരാം. ഇതിനകത്ത് n ഫംഗ്ഷനാണ് വരിക. ഇതിന് ലിമിറ്റ് കണ്ടിട്ട് ആ ലിമിറ്റ് ഒരു ഫൈനൈറ്റ് നമ്പർ ആയിരിക്കണം. പോയിന്റാക്കി ഓർത്ത് വെക്കുക. ഓൾ ആബ്സല്യൂട്ട്ലി കൺവേർജൻറ്റ് സീരീസ് ആർ കൺവേർജൻറ്റ് ബട്ട് കോൺവേഴ്സ് നീഡ് നോട്ട് ബി ട്രൂ. അടുത്തത് ഞാൻ പറയാൻ പോകുന്ന മറ്റൊരു ഡെഫിനിഷനാണ് കണ്ടീഷണലി കൺവേർജൻറ്റ്. ഇതൊക്കെ എക്സാമിന് സ്ഥിരമായിട്ട് വരുന്ന ക്വസ്റ്റ്യനാണ്. കണ്ടീഷണലി കൺവേർജൻറ്റ് നോക്കാൻ എന്താ മാർഗം എന്നറിയോ, അല്ലെങ്കിൽ എന്താ ഡെഫിനിഷൻ അറിയോ? ഒരു സീരീസ്, അതായത് ഓൾട്ടർനേറ്റീവ് സീരീസാണ്, ഒരു ഓൾട്ടർനേറ്റീവ് സീരീസ് കൺവേർജൻ്റ് ആയിരിക്കും, പക്ഷേ അത് ആബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് ആയിരിക്കില്ല. ശ്രദ്ധിക്കണേ, ഒരു സീരീസ് സിഗ്മ -1/n+1 UN ആയിക്കോട്ടെ, ഇത് കൺവേർജൻ്റ് ആണ്, പക്ഷേ ഇത് ആബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് അല്ല. അങ്ങനെ വരുന്ന സീരീസിൻ്റെ പേരാണെന്ത്? കണ്ടീഷണലി കൺവേർജൻറ്റ് സീരീസ്. അപ്പോൾ കണ്ടീഷണലി കൺവേർജൻ്റ് ആണെങ്കിൽ അതിൻ്റെ മോഡുലസ് കൺവേർജ് ആവരുത്, അഥവാ ആബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് ആവരുത്. എന്നാൽ ഗിവൺ സീരീസ് എന്തായിരിക്കും വേണം? കൺവേർജൻ്റ് ആയിരിക്കും വേണം. ഈ എക്സാം നോക്കുക. 1 -1/2 +1/3 -1/4 + എക്സെട്ര. ഇത് നേരത്തെ പഠിച്ച ഒരു സീരീസാണ്. നേരത്തെ ഞാൻ പ്രൂവ് ചെയ്ത് കാണിച്ചതുണ്ട്. ഇതൊരു കൺവേർജൻറ്റ് സീരീസാണ്. എന്തുകൊണ്ടാണ്? ഇത് ഓരോ ടേമും ഡിക്രീസ് ആയിട്ടില്ലേ പോകുന്നത്. 1 കുറവാ 1/2, അതിൽ കുറവാ 1/3, ഡിക്രീസിങ് ആണ്. ഇതിൻ്റെ nth ടേം UN 1/n ആണ് വരിക. ലിമിറ്റ് 1/n എടുത്താൽ 0 കിട്ടും. അപ്പോൾ ലിമിറ്റ്സ് കണ്ടീഷൻ ഉപയോഗിച്ചാൽ ഇത് കൺവേർജൻ്റ് ആണ്. എന്നാൽ നിങ്ങൾ മോഡൽസ് എടുത്ത് നോക്ക്. മോഡൽസ് എടുത്താൽ എല്ലാം പ്ലസ് അല്ലേ വരിക? 1 + 1/2 + 1/3 + എക്സെട്ര വരിക. ഇത് സിഗ്മ 1/n⁻1 ആണ്, അഥവാ പി സീരീസ് ആണ്. P1 ആണ്. പി സീരീസിൽ P1 ആയാൽ അത് ഡൈവേർജൻ്റ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഈ തന്നിരിക്കുന്ന ഓൾട്ടർനേറ്റീവ് സീരീസ് കൺവേർജൻ്റ് ആണ്, പക്ഷേ മോഡൽസ് എടുത്തപ്പോൾ എന്തല്ല? കൺവേർജൻ്റ് അല്ല. അതുകൊണ്ട് ഇതിൻ്റെ പേരെന്താണ്? കണ്ടീഷണലി കൺവേർജൻ്റ് പറയുക കേട്ടോ. ഈ പേര് കണ്ടീഷണലി കൺവേർജൻ്റ്. ഇതൊക്കെ ക്വസ്റ്റ്യൻ തന്നെ വരുന്നുണ്ടേ. 2018 ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഈ ഞാനിപ്പം പറഞ്ഞ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് സിഗ്മ n = 1 to ∞ -1/n+1/n. ഇത് എന്താണെന്ന ഓപ്ഷൻ? അത് കണ്ടീഷൻ കൺവേർജൻ ആണോ ആബ്സല്യൂട്ട് കൺവേർജൻ ആണോ അങ്ങനെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. സോ ഇത് കണ്ടീഷൻ കൺവേർജൻ പ്രൂവ് ചെയ്തില്ലേ? കണ്ടീഷൻ കൺവേർജൻ ആണ്. 2018 ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇനി 19 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ഇതേപോലെ തന്നെ. എന്താ ക്വസ്റ്റ്യൻ അറിയോ? ദി ഓൾട്ടർനേറ്റിംഗ് സീരീസ് സിഗ്മ n = 1 to ∞ -1/n × 2/n divided by n factorial is option A divergent, option B absolutely convergent, option C conditionally convergent, option D oscillator. Oscillator എന്ന് പറഞ്ഞാൽ ലിമിറ്റ് ഇങ്ങനെ മാറി മാറി വരുന്നതാണ്. ഓക്കെ, നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഏതാ ശരി എന്നുള്ളത്. എന്താണ് ആദ്യം ഇത് വേണം? സിഗ്മ n = 1 to ∞ -1/n × 2/n by n factorial. ഇതാണ് അതിൻ്റെ സീരീസ്.